കൊന്നിച്ചു മിനസൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിന്റെ സീസൺ 2 എപ്പിസോഡ് 3 ആണ്. സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സോളോ ലെവലിംഗിന്റെ ഇതിനു മുമ്പിട്ട് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായത് ആനിമിക്ക് ശേഷം സോളോ ലെവലിംഗിന്റെ സീസൺ 3, സീസൺ 4 ആൻഡ് സീസൺ 5ഉം സോളോ ലെവലിംഗ് റാഗ്നറോക്കിന്റെ സീസൺ 1ഉം ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. അതിന്റെ എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാറുണ്ട്. ഇനി നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ തന്നെ പേജ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ആ ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ടല്ലോ അതും കൊണ്ട് അമർത്താൻ മറക്കണ്ട. കാര്യം നിങ്ങൾ ഹൈപ്പ് ചെയ്താൽ അതെന്നെ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം. സോ ഇപ്പൊ തന്നെ ഹൈപ്പ് ചെയ്തേക്ക്. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുന്ന നേരത്ത് 3 പേരായിട്ട് അവിടെ ബോധം കെട്ട് കിടക്കുവാണ്. നമ്മുടെ ബേക്കപ്പ് വെച്ച് ചോദിക്കുന്നുണ്ട്, അല്ല ഇനി എത്ര പേരുണ്ട്? ഏകദേശം 500 പേരോളം ഉണ്ടെന്നാണ് മൊത്തം അറിയാൻ കഴിഞ്ഞത്. 500 പേര് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയുടെ വായിരിക്കുന്നത് നമ്മൾ എന്തായാലും ഇന്ന് കേൾക്കുന്നതാണ്. എന്തായാലും ഹണ്ടർ അസോസിയേഷൻ ഇവിടേക്ക് വരുന്നുണ്ട്. 3 എക്സ്ട്രാ ഹണ്ടേഴ്സിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി കഴിയുമായിരിക്കും. ചെയർമാനും കൂടെ വരുന്നുണ്ടെന്നാണ് കേട്ടത്. അത് മാത്രമല്ല ആ ക്രിമിനലായുള്ള സങ് സുഹോ, ആ സ്റ്റാർഡസ്റ്റിനെ ഡിസ്ട്രിബ്യൂട്ടറിലെ അവനിവിടെ ഉണ്ടെന്നാണ് കേട്ടത്. സങ് സുഹോ, ഞാൻ ഈ പേര് എവിടെയാണ് കേട്ടിട്ടുണ്ടെന്ന് നമ്മുടെ ബേക്ക് മനസ്സിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ബാക്കിയുള്ള സിറ്റിസൺസിനൊക്കെ സേഫ്റ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് എന്തായാലും അവിടേക്ക് പോകാം. സോ പണ്ടത്തെ കാലം ഓർമ്മ വരുന്നുണ്ടല്ലേ, പണ്ടത്തെ ആ ഫയർ ഫൈറിൻ്റെ കാലം. ഈ സമയത്ത് ബേക്ക് ഒരു സ്ഥലത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ വല്ലയിടത്ത് വല്ല ഡഞ്ചൻ ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എന്ത് പറ്റി? അത് കണ്ടിട്ട് മനുഷ്യനായിട്ട് തോന്നുന്നില്ല. പിന്നെ കാണിക്കുന്നത് ഒരു പെങ്കുച്ചിനാണ്. അവളായിട്ട് പേടിച്ച് വിറച്ച് കിടക്കുവാണ്. ഈ സമയത്ത് ഒരുത്തൻ പറഞ്ഞുണ്ട്, മീന എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നും പറഞ്ഞുണ്ട്. അവൻ നേരെ താഴത്തേക്ക് വീണിട്ടുണ്ട്. അവനാട്ടെ മരിച്ചു പോവുകയും ചെയ്ത്. നോക്കിക്കേ അവൻ എന്ത് മാത്രം കഷ്ടപ്പെട്ടെന്ന് ഈ ഒരു പെങ്കുച്ചിനെ രക്ഷിക്കാനായിട്ട്. എന്തു പറ്റി, നിങ്ങൾ രണ്ടും ഡേറ്റ് ചെയ്യുമായിരുന്നു? എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. അവളാട്ടെ അവനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ നന്നായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുകയും ചെയ്യും, നീ കരയൊന്നും വേണ്ട, നീ ഇപ്പം തന്നെ അവനെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ അങ്ങോട്ട് കൊല്ലാൻ പോയപ്പോഴാണ് പെട്ടെന്ന് സുഹോ അത് പറയുന്നത്. റൈസ് നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ ഒരു ഷാഡോ സോൾജർ അവിടേക്ക് വന്ന് ആ ഒരു അറ്റാക്ക് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അവളെ രക്ഷിച്ചിട്ടുണ്ട്. അവൾക്ക് മനസ്സിലായി അത് അവളുടെ ആ ഒരു പാർട്ട്ണർ ആയിരുന്നെന്ന്. ഇത് കാണാൻ നേരത്ത് ആ ഒരു അറ്റാക്ക് ചെയ്ത ക്രിമിനൽ വരെ പേടിച്ച് വിറച്ചുപോയി. കാര്യം അവൻ നോക്കാൻ നേരത്ത് നേരത്തെ അവൻ കൊന്ന ആ മരിച്ചു വീണ ആ ഒരു ഹണ്ടർ വീണ്ടും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഇതെല്ലാം കാണുന്ന സുഹോ പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിളിച്ചപ്പോൾ തന്നെ നീ ഉയർത്തെഴുന്നേറ്റു. അതിനർത്ഥം നിനക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നല്ലേ? ഒരു കാര്യം ചെയ്യ്, ഞാൻ നിന്റെ വിഷ് ഗ്രാൻഡ് ചെയ്യാൻ പോകുവാണ്. നിനക്ക് പ്രഷ്യസ് ആയുള്ളത് നിന്റെ അവസാനം വരെ നീ അങ്ങോട്ട് പ്രൊട്ടക്ട് ചെയ്തോളെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഷാഡോ സോൾജറിന് അവൻ കുറച്ചധികം എക്യുപ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ഗാർഡ്, ഒരു ബെൽറ്റ്, പിന്നെ ഒരു സോഡ്, അങ്ങനെ കുറച്ചധികം എക്യുപ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ ആ ഒരു ഷാഡോ സോൾജർ ആ ഒരു ക്രിമിനലിനെ അറ്റാക്ക് ചെയ്യുവാണ്. അവരെ എല്ലാവരെയും കൊന്നിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് സുഹോ ആ 3 ക്രിമിനൽസിന്റെ ഷാഡോസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഈ സിറ്റിയിലുള്ള ബാക്കിയുള്ള വില്ലൻസിനൊക്കെ തീർക്കണമെന്നുള്ളതാണ്. സോ പണി തുടങ്ങിക്കോ. ഈ സമയത്ത് നമ്മുടെ ബെറി പറയുന്നുണ്ട്, യങ് മൊണാർച്ച് താങ്കളുടെ പ്ലാൻ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഷാഡോ സോൾജേഴ്സിനെ എണ്ണം നന്നായിട്ട് തന്നെ കൂടുന്നുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം നേരമൊന്നും വേണ്ടായിരിക്കും ഈ സിറ്റി ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള വില്ലൻസിനെ എല്ലാത്തിനെയും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാവുന്നതാണ്. യങ് മൊണാർച്ച് സത്യം പറ, ഷാഡോ മൊണാർക്കിന്റെ ഈ ഒരു അതോറിറ്റി താങ്കൾ ശരിക്കും ഇപ്പോൾ എൻജോയ് ചെയ്യുന്നില്ലേ? ശരിയാണ്, ഞാൻ നേരത്തെ ഓർത്തത് ഇത് ശരിക്കും യൂസ്ലെസ് ആണെന്നാണ്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഇതിന് എന്തുമാത്രം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന്. സോ അവസാനം താങ്കൾ അത് സമ്മതിച്ചല്ലേ? ഈ സമയത്തായിട്ട് ആ ഒരു ഷാഡോ പിന്നെ നേരത്തെ കാണിച്ച ആ ഒരു മീറ എന്ന് പറയുന്ന പെങ്കുച്ചോട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അല്ലേ യങ് മൊണാർച്ച്, ആ ഷാഡോനെ താങ്കൾ വെറുതെ വിടുവാണ്. അതെ, എന്തായാലും ഒരു ദിവസം കഴിയാൻ നേരത്ത് അത് ഡിസപ്പിയർ ആവും. സോ അവസാന നിമിഷം വരെ അവളുടെ കൂടെ ഇരിക്കട്ടെ. അതെന്തായാലും കൊള്ളാം. ഈ സമയത്താണ് പെട്ടെന്ന് സുഹോന് അത് സെൻസ് ചെയ്യാൻ സാധിച്ചത്. അന്നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, കുറച്ചധികം ഷാഡോ സോൾജേഴ്സ് അവിടെ മരിക്കുന്നുണ്ട്. സോ അതിനർത്ഥം നമുക്ക് അവസാനമായി ഒരു തുമ്പ് കിട്ടിയെന്നാണ്. അവിടെ ആരോ ഒരാൾ തന്നെയുണ്ട്. ഈ സമയത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ കാന്ത അഷിക്കിനാണ്. പുള്ളിക്കാരുടെ അവിടെയുള്ള കുറച്ചധികം ഷാഡോ സോൾജേഴ്സിനൊക്കെ കൊല്ലുന്നുണ്ട്. ബ്ലാക്ക് മോൺസ്റ്റേഴ്സോ, ഇവരൊക്കെ എന്താണ്? ഞാൻ ഇവരെ പറ്റി ഇതിനു മുമ്പ് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ലല്ലോ. നീ അവിടെ എന്ത് ചെയ്യുവാണ്? എത്രയും പെട്ടെന്ന് അതൊക്കെ ക്ലീൻ ചെയ്യാൻ നോക്കിക്കേ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു, നമുക്ക് രക്ഷപ്പെടായിരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ല. സ്റ്റാർക്ക് ഫ്രാഗ്മെൻറ്റും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു എ റാങ്കറിൻ്റെ മേലിലാകും. അതുകൊണ്ട് ഈ സി റാങ്ക് ഡി റാങ്ക് മോൺസ്റ്റേഴ്സ് ഒന്നും എൻ്റെ ഫ്രണ്ടിൽ ഒന്നും തന്നെ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞ് നോക്കാൻ നേരത്ത് ഈ ഷാഡോ സോൾജേഴ്സ് എല്ലാവരും അവിടെ മുട്ടുകുത്തിയിരിപ്പുണ്ടായിരുന്നു. അവൻ ആലോചിക്കുന്നുണ്ട്, അല്ല ഇതെന്താണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്? ഈ സമയത്ത് പുറകിൽ നിന്നുകൊണ്ട് നമ്മുടെ ബെറി പറയുന്നുണ്ട്, യങ് മൊണാർച്ച് അവസാനം നമുക്ക് ജാക്ക് പോട്ട് അടിച്ചല്ലേ? സോ ഇതാണല്ലേ ആ എസ്കേപ്പ് ചെയ്ത പ്രിസണേഴ്സിൻ്റെ ഒക്കെ ലീഡറായുള്ള ഹാങ് ഡോങ് സിയോഗ്. നായെ, നിനക്ക് എത്ര ധൈര്യമുണ്ടാണ് എൻ്റെ പേര് അത്ര ക്യാഷ്വലായിട്ട് പറഞ്ഞത്? അല്ല നീയാണ് ഇതിനൊക്കെ സമൺ ചെയ്തത്? എനിക്കാദ്യം നിന്നോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നിനക്ക് ഇറ്റാർത്തിൻ്റെ അപ്പോസ്റ്റലിനെ പറ്റിയും ലീ മൺസങ്ങിനെ പറ്റിയും എന്തെങ്കിലും അറിയാവോ?
നീ വെയിറ്റ് ചെയ്യ്, ഓരോന്നോരോന്നായിട്ട് ചോദിക്കുക, ആദ്യം നീ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നോക്ക്. ഈ സമയത്ത് എൻ്റെ കൈ കൊണ്ട് പുറകിലുണ്ടായിരുന്ന നമ്മുടെ കാന്തേശിക്ക് ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയും ചെയ്യും, ഇറ്റാരത്തിൻ്റെ അപ്പോസ്റ്റലല്ലേ, എനിക്ക് അവനെ അറിയാം, അത് നമ്മുടെ ആ ഒരു കൾട്ടൽ എന്നൊക്കെ പറയാൻ നേരത്ത് പുള്ളിക്കാരൻ മനസ്സിലാലോചിക്കുന്നുണ്ട് ഇവനൊരു സമ്മണിങ് ടൈപ്പാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ ഫിസിക്കൽ പവറൊക്കെ വളരെ കുറവായിരിക്കും. സോ കാങ്ങിന് ഇവനെ വളരെ പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് അവനെ സിഗ്നൽ കൊടുക്കുന്ന നെക്സ്റ്റ് സെക്കൻഡ് തന്നെ കാങ് നമ്മുടെ സൂഹുവിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവനോട് എത്തിയപ്പോൾ സൂഹു അവിടെ ഇല്ലായിരുന്നു. സൂഹുവായിട്ട് നമ്മുടെ ഹോങ് ഡോസ്റ്റിക്കിന്റെ തൊട്ട് മുമ്പിൽ വന്ന് നിന്നിട്ടുണ്ട്. കാന്തേഷിക്ക് ഒരു കാര്യം മനസ്സിലായി, സൂഹു എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമായിട്ടുള്ള ഒരാളല്ല. ഈ സമയത്ത് നമ്മുടെ സൂഹുവായിട്ട് അവൻ്റെ കൈയെടുത്ത് മുകളിലേക്ക് പൊക്കിയിട്ട് പറയുന്നുണ്ട്, സോ നിനക്ക് ഇറ്റാറിൻ്റെ അപ്പോസ്റ്റലായിട്ട് വലിയ കണക്ഷൻസ് ഒന്നുമില്ല, പിന്നെങ്ങനെയാണ് നിനക്ക് ആ സ്റ്റാർ ഫ്രാഗ്മെൻറ്റ് നിൻ്റെ കയ്യിലേക്ക് കിട്ടിയത്? നീ എന്തിനാണ് ആ വില്ലേജിലുള്ളവരെ അറ്റാക്ക് ചെയ്തത്? ഇവനൊരു ഓർഡിനറി സമണമല്ല, ഇവൻ റിസ്ക് ആണെന്ന് പറയുന്നിടത്ത് അവൻ പറയുന്നുണ്ട്, നീ എൻ്റെ മേത്തെങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ ബ്രദർ നിന്നെ ഒരിക്കലും വെറുതെ വിടിയില്ലെന്ന് പറയുന്നിടത്തിന് സൂഹോ അവൻ്റെ തോളെ പിടിച്ച് നേരെ താഴത്തേക്ക് ഒറ്റ അടി വെച്ച് കൊടുക്കും. അവനായിട്ട് താഴത്ത് വന്ന് ഇരുന്ന് പോവുകയും ചെയ്യും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ലായിരുന്നു. അവൻ കിടന്ന് കാറന്നിറങ്ങും വേദന കൊണ്ട്. നിന്റെ ചേട്ടൻ ആരാണെങ്കിലും എനിക്കൊരു കോപ്പമില്ല, ഇവനൊരു റെസ്ട്രാങ്കർ ആണെങ്കിൽ കൂടിയും. അതുകൊണ്ട് മര്യാദക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ നോക്ക്. എൻ്റെ ചേട്ടൻ അവനാണ് എനിക്ക് തന്നത്, അല്ലാതെ എനിക്കിതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ ആ സിറ്റിനെ അറ്റാക്ക് ചെയ്തത് പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് കണ്ടിട്ട് അത് കുറച്ച് രസമായിട്ട് തോന്നി, അതുകൊണ്ട് മാത്രം ഞാൻ അറ്റാക്ക് ചെയ്തതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്ത് രസമായിട്ട് തോന്നിയ? എത്ര പേരാണ് നീയൊക്കെ കാരണം മരിച്ചെന്നറിയാവോ? എന്നോട് ക്ഷമിക്ക്, ഞാൻ ബാക്കിയുള്ളവരെല്ലാവരും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഞങ്ങളിവിടുന്ന് പൊക്കോളാം, പ്ലീസ് എന്ന് പറയാൻ നേരത്ത് നമ്മുടെ കാങ്ങിന് ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. അവൻ പറയുന്നുണ്ട്, എൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ ശരിക്കും ഡേഞ്ചറസ് ആണ്, പക്ഷേ ഞാനിവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? ഇവനെൻ്റെ പുറകെ വരുമോ? ഇവനെന്നെ കൊല്ലുമോ? ഈ സമയത്ത് പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ട് അവൻ നേരെ തിരിഞ്ഞു നോക്കുന്നത്. ഇതെന്താണ്? എസ്രാ ഖാൻഡേസ് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് സങ് സൂഹിൻ്റെ സ്ട്രെങ്ത് എനിക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യണം, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പോലെ മര്യാദക്ക് അനുസരിക്കാൻ നോക്ക് കാന്തേഷിക്. അടുത്ത സെക്കൻഡ് തന്നെ നമ്മുടെ സൂഹുവിൻ്റെ നേരെ ഒരു അറ്റാക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സൂഹാട്ടെ അത് വളരെ സിമ്പിളായിട്ട് തന്നെ ഡോഡ് ചെയ്ത് മാറുകയും ചെയ്യും. പക്ഷേ ആ ഒരു അറ്റാക്ക് ചെന്ന് കയറുന്നത് നമ്മുടെ ഹാൻ ഡോഗ് സിഗ്നലാണ്. ആൻഡ് അത് മാത്രമല്ല, അവൻ്റെ മുഖവും ബാക്കിയുള്ള ശരീരഭാഗങ്ങളും എല്ലാം പതുക്കെ അരിഞ്ഞ് കഷ്ണങ്ങളെ ആ നേരെ താഴത്തേക്ക് വീണിട്ടുണ്ട്. ഈ സമയത്ത് വേറെ പറയുന്നുണ്ട്, യങ് മണാർച്ച് അവൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഇറ്റാറത്തിൻ്റെ ഓറ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ സ്റ്റാർ ഫ്രാഗ്മെൻറ്റിൻ്റെ യൂസറാണല്ലേ അവൻ. എന്തായാലും കുഴപ്പമില്ല, അതെന്തായാലും എനിക്ക് നല്ലതാണ്. കാര്യം എനിക്ക് ഇവനോട് കുറച്ചധികം കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ആൻഡ് അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. നെക്സ്റ്റ് വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച തന്നെ അടുത്ത ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നതായിരിക്കും. സോ അത് മിസ്സൊക്കെ ഇരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട.